നമസ്കാരം. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യം വയ്യാതെ ഇരിക്കുകയാണ്. ഡസ്റ്റ് ഒക്കെ അടിച്ചിട്ട് ഒരു കോഫും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. സോ ഞാൻ വിചാരിച്ചു ഒരു ചുമക്കൊരു മെഡിസിൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ അപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാം. ചുമ, ജലദോഷം, പനി ഒക്കെ നല്ലതാവുമെന്ന് തോന്നുന്നു. എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഈ ഇംഗ്ലീഷ് മെഡിസിൻസ് ഒക്കെ കഴിക്കാനായിട്ട്. എന്തെങ്കിലും വയ്യാതെ വരികയാണെങ്കിൽ ഞാൻ മാക്സിമം ഞാനത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്. അഥവാ ഇനിയിപ്പം ഹോസ്പിറ്റലിൽ പോയാലും എൻ്റെ ഒരു വൃത്തികെട്ട ശീലം എന്ന് പറഞ്ഞാൽ ഞാനിപ്പം മരുന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഞാനത് പ്രോപ്പറായിട്ട് കഴിക്കാറില്ല. അതിനൊക്കെ എനിക്ക് കുറേ വഴക്ക് കേൾക്കേണ്ടി വരാറുണ്ട് എല്ലായിടത്തും. പക്ഷെ എനിക്കെന്തോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇംഗ്ലീഷ് മെഡിസിൻസിനോട്. പക്ഷെ എനിക്ക് ഏറ്റവും ട്രസ്റ്റ് ഇംഗ്ലീഷ് മെഡിസിനാണ്. എന്നാൽ പോലും നമുക്ക് തീരെ വയ്യാത്ത സന്ദർഭങ്ങളിലൊക്കെ ഞാൻ അത് യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പൊ സാധാരണ വരുന്ന കോമൺ കോൾഡ്, കഫ്, അതിനൊന്നും എനിക്ക് അങ്ങനെ മെഡിസിൻസ് ഒന്നും യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഞാൻ എന്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റെമഡീസ് ഒക്കെ യൂസ് ചെയ്ത് മെയിനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമുക്ക് നാച്ചുറൽ ആന്റിബയോട്ടിക് ആണ് നമ്മുടെ ഇഞ്ചിയില്ലേ. ഇഞ്ചിയുടെ നീരെടുക്കുക, മഞ്ഞള്, തേന്, ഇത്രയും ഐറ്റം കഴിക്കുക. ഇടവിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ അതൊരു നാച്ചുറൽ ആന്റിബയോട്ടിക് ആണ്. ഞാൻ സാധാരണ എന്തെങ്കിലും വയ്യാണ്ടാവുന്ന സ്റ്റാർട്ട് ആകുമ്പോഴേ ഞാൻ ഈ ഒരു ആന്റിബയോട്ടിക് എന്റെ മയോൺ പ്രിപ്പയർ ചെയ്യുന്ന ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് ഇഞ്ചി, മഞ്ഞള്, തേന് എല്ലാം ചേർന്നിട്ടുള്ള ഈ ഒരു കൂട്ട്. സോ കണ്ടോ, അപ്പം ഇതൊന്ന് യൂസ് ചെയ്യുക. അതായത് നമ്മുടെ കുറച്ച് മണിക്കൂറുകൾ ഇടവിട്ട്, നല്ല ചുമ ഉണ്ടെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ ഇടവിട്ട് കഴിക്കുക. സാധാരണ ഞാൻ ഇത് തന്നെ എന്തെങ്കിലും വയ്യാതാകുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അതാ യൂസ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ആന്റിബയോട്ടിക്കിന്റെ ആവശ്യം വരില്ല. സത്യം പറഞ്ഞാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. മഞ്ഞളും തേനും തന്നെ നമുക്കറിയാം എന്തുമാത്രം ഗുണമെന്ന്. അതിന്റെ കൂടുതൽ ഇഞ്ചി കൂടെ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ പവർഫുൾ ആണ്. അപ്പം ഇന്ന് ഞാനൊരു വെറൈറ്റി ഒരു സാധനമാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രോസസ്സിലേക്ക് കടക്കാം. സോ നമ്മുടെ മെഡിസിന്റെ പേര് കാഠ എന്നാണ്. അപ്പം ഇതില് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങള് തുളസി, തേന്, കുരുമുളക്, ഇഞ്ചി, മല്ലി എന്നുള്ള സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതെല്ലാം നമ്മൾ അരിച്ച് കുടിക്കുന്നതാണ് കാഠ എന്ന് പറയുന്നത്. സോ ഫോർ എ ചേഞ്ച് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ടർമറിക് കൂടെ ആഡ് ചെയ്യാല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇഞ്ചി, തേന്, മഞ്ഞൾ സാധനം അതും കൂടെ വരുമല്ലോ അതിനകത്ത്. സോ ഈ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്ന ഒരു ഒച്ച എന്ന് പറഞ്ഞാൽ റൂം ഹീറ്ററിന്റെ ഒരു ശബ്ദമാണ്. അപ്പൊ ചില സമയത്ത് ഞാൻ അത് ഓൺ ചെയ്തിടാറുണ്ട്, ഫുൾ ടൈം ഇടാറില്ല. അപ്പൊ നമുക്കിപ്പോ ഈ സാധനങ്ങളൊക്കെ, തുളസി വെളിയിൽ നിൽപ്പുണ്ട് ബാൽക്കണിയില്. സോ നമുക്ക് തുളസിയും എല്ലാം എടുത്ത് ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്യാം ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ആകപ്പാട് ദേ ഇത്രയും തുളസി ഉള്ളൂ. നമുക്ക് എന്തായാലും നമ്മുടെ മെഡിസിൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് തുളസി എടുക്കാം കേട്ടോ. കുറച്ച് തുളസി എന്തായാലും എടുക്കാം. ഗായ്സ്, ഞാൻ ഇത്രയും തുളസി എടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെയൊക്കെ കയ്യിൽ ധാരാളം തുളസി അവൈലബിൾ ആണെങ്കിൽ നിറയെ എടുത്തോളൂ കേട്ടോ. ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. എനിക്ക് കുറച്ചേ ഉള്ളൂ. അപ്പൊ എനിക്ക് നാളെയൊക്കെ വേണമെങ്കിൽ എടുക്കാനായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. സോ കുരുമുളക്, പിന്നെന്തായിരുന്നു, തുളസി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ഇതിലൊന്നും പെടാത്ത ജീരകം കൂടെ ശകലം ഇട്ട് കൊടുക്കുക. ശകലം ജീരകം ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ 5 to 10 minutes അതൊന്ന് നന്നായിട്ടൊന്ന് അതായിക്കോട്ടെ. അതിനുശേഷം ഞാൻ അതിനകത്ത് തേനിടും. പിന്നെ ഞാൻ മഞ്ഞള് കൂടെ ഇടാനാണ് എന്റെ ഒരു പ്ലാനിങ്. ഇപ്പൊ ഈ ഒരു കാഠ എന്ന് പറയുന്ന ഈ ഐറ്റത്തിനകത്ത് ശരിക്കും ജീരകത്തിന് പകരം നമ്മള് മല്ലിയാണ് ഇടേണ്ടത്. മല്ലി എന്റെ തീർന്നു. സോ ഞാൻ പകരം ജീരകം ഇട്ടു. ഇനി ഇതെല്ലാം തിളച്ച ശേഷം മഞ്ഞള് അല്ല, നമ്മൾ തേൻ മാത്രം ഒഴിച്ചാൽ മതി. ഞാൻ കുറച്ച് മഞ്ഞളും കൂടെ ഇടാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് തിളക്കട്ടെ. ഒരു 5 to 10 minutes വരെ നമുക്ക് സമയം കൊടുക്കാം. ആടലോടകം ഉള്ളവർക്ക് ഈ ചുമയ്ക്കും സോർ ത്രോട്ടിനും ഒക്കെ ആടലോടകത്തിന്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ വേറൊരു ആടലോടകവും ജീരകവും ഒക്കെ വെച്ച് വേറൊരു മെഡിസിൻ ഉണ്ട്.
അപ്പൊ ഇപ്പൊ നമുക്ക് ഇപ്പം ജസ്റ്റ് ഇത് നോക്കാം, ഇതിൽ ഫോക്കസ് ചെയ്യാം. അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂട്ടത്തില്. കാരണം ഇപ്പൊ ഞാൻ തന്നെ കണ്ടില്ലേ, മല്ലിക്ക് പകരം ജീരകം ഇട്ടു, പിന്നെ മഞ്ഞൾ ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെറിയ ചെറിയ ഇംപ്രൂവൈസേഷൻ ഒക്കെ വരുത്തിയാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് ഇംഗ്ലീഷ് മെഡിസിനിലാണ് ട്രസ്റ്റ്, പക്ഷെ ഞാനത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യത്തില്ലാണ്. അത് ഒരു വിരോധാഭാസമായിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി അത് വിരോധാഭാസമല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മെഡിസിന് ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ, റിസൾട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ, അപ്പൊ റിസൾട്ട് ഉള്ളത് കൊണ്ട് അതിന് ഉറപ്പായിട്ടും ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ റിസൾട്ട് വരുന്നത് എനിക്ക് അതിൽ ട്രസ്റ്റ് ഉണ്ട്, അതിന്റെ റിസൾട്ട് ഉണ്ടാകും ഇംഗ്ലീഷ് മെഡിസിന്. പക്ഷെ അതിന്റെ കൂടെ സൈഡ് എഫക്റ്റും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഞാൻ ഇംഗ്ലീഷ് മെഡിസിന് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ചെറിയ ചെറിയ ഈ ക്ലൈമറ്റ് ചേഞ്ചോ അല്ലെങ്കിൽ പൊല്യൂഷൻ കാരണമൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കോൾഡ്, കഫനൊന്നും ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് ഓടിപ്പോകുന്നു. എന്നെ അറിയാവുന്ന എന്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അറിയാം. ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ എനിക്കൂടെ പറ്റാവുന്നതും ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ ഇതേപോലത്തെ ഉള്ള ചെറിയ ചെറിയ റെമഡീസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, എന്താ പറയാ, നിങ്ങൾക്ക് അതിൽ വിശ്വാസമില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ വീട്ടിലുള്ള തുളസിയും ഇഞ്ചിയും കുരുമുളകും ഒക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന കാര്യമാണ് പറയുന്നത്. വേണമെങ്കിൽ ഫോളോ ചെയ്യാം, വേണമെങ്കിൽ ഫോളോ ചെയ്യണ്ട. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാല്, ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞങ്ങള് എയർപോർട്ടിൽ നമുക്ക് ലോഞ്ച് ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് അവിടെ കുറച്ച് ടീ ബാഗ്സ് ഇരിപ്പുണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ തുളസിയുടെയും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും ഒക്കെ ടീ ബാഗ്സ് ഉണ്ടായിരുന്നു. സോ ഇനിയിപ്പം ഇതൊരു മെഡിസിൻ ആയിട്ട് കാണണ്ട, ജസ്റ്റ് ഒരു ടീ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ആർക്കെങ്കിലും ഇത് എന്താണ് ഇങ്ങനെ ചുമക്കൊരു മെഡിസിൻ ആണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളിതൊരു നിങ്ങൾ ജസ്റ്റ് ഇതൊരു ചായ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇതൊരു മെഡിസിൻ ആയിട്ട് കൺസിഡർ ചെയ്യണ്ട, ഒരു ചായ ആയിട്ട് നമ്മൾ കുടിക്കുമ്പോൾ സുഖം കിട്ടുന്ന ഒരു ചായ. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഇനി അങ്ങനെ വിളിക്കാം. ജിഞ്ചർ, തുളസി, കൊറിയാണ്ടർ ടീ എന്ന് വേണമെങ്കിൽ വിളിക്കാം, ടീ. സോ നമ്മുടെ ടീ അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെയും കുറച്ചു നേരം തിളച്ച് കഴിഞ്ഞിട്ട് അതിന്റെ എല്ലാത്തിനും സത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അരിച്ച് അത് കുടിക്കാം. ഭയങ്കര സ്മെല്ലാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ മണം അടിച്ച് തന്നെ നമ്മുടെ അസുഖം എല്ലാം മാറുമെന്നാ തോന്നുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ചൂടോടെയുള്ള സാധനങ്ങളൊന്നും തേൻ ഒഴിക്കാൻ പാടില്ല. അപ്പൊ ഞാനിപ്പം ചൂടോടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ തേൻ ഇപ്പൊ ഒഴിക്കുന്നില്ല. ഇത് ആറിയിട്ട് ഞാൻ തേൻ ഒഴിക്കുന്നുള്ളൂ. ഞാൻ അല്ലാണ്ട് തന്നെ കുറച്ച് നാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ഒന്ന് ആഡ് ചെയ്യാൻ പോവാണ് ഇതിനകത്ത്. അത്രയൊക്കെ ഉള്ളൂ. ഇതങ്ങനെ കുടിക്കുക. അപ്പൊ ഇത് ഞാനൊരു 2-3-4 ദിവസമൊക്കെ കുടിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ ഞാൻ പറയാം. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മെഡിസിൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. മറ്റേ ഇഞ്ചിയും തേനും മഞ്ഞളും മാത്രമാണ് കഴിക്കുന്നത്. അതെനിക്ക് ഷുവർ ആയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പൊ ഇപ്പൊ ഞാൻ വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് തോന്നി ഈ സാധനം ഉണ്ടാക്കിയതാണ്. അപ്പം ഇത് കുടിച്ചിട്ട് ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് പറയാം. ചുമയ്ക്ക് എനിക്ക് ചൂടോടെ കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടേ ഞാന് നാരങ്ങ നീര് ഒഴിച്ച് മഞ്ഞളും ഇട്ട് കുടിക്കുകയാണ്. തേൻ ചേർക്കാതെ തന്നെ നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുടിക്കാൻ. എനിക്ക് എല്ലാ സാധനങ്ങൾക്കും ടേസ്റ്റ് ഇല്ലാതെ രക്ഷയില്ല. ദിസ് ഈസ് അവർ ടീ. അപ്പം തേൻ ചേർക്കാതെ, കാരണം എനിക്ക് കുറച്ച് ചൂടോടെ കുടിക്കാൻ തോന്നി. അപ്പൊ ഞാൻ തേൻ ചേർക്കാണ്ട് മഞ്ഞൾപ്പൊടി, നാരങ്ങ നീരൂടൊക്കെ ഒന്ന് ആഡ് ചെയ്തു. നല്ല സ്വാദുണ്ട്. എനിക്ക് എല്ലാത്തിനും നല്ല ടേസ്റ്റ് വേണം. എത്ര ഹെൽത്തിയാന്ന് പറഞ്ഞാലും എനിക്ക് സ്വാദുള്ളത് എനിക്ക് പറ്റത്തുള്ളൂ. അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഇത് കുടിക്കട്ടെ. ഞാനത് കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് ആയി. സ്റ്റിൽ അതിന്റെ ഒരു സുഖം തൊണ്ടയെന്ന് ഇങ്ങനെ അത് പോയ വഴിയൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. നല്ല സുഖമുണ്ട് അത് കുടിച്ചിട്ട്. അപ്പം എല്ലാരും ചുമയൊന്നും ഇല്ലെങ്കിലും വെറുതെ ഇതൊന്നും ഉണ്ടാക്കി, വിന്റർ ഒക്കെ അല്ലേ, ഇതൊന്ന് കുടിച്ചു നോക്കണം കേട്ടോ. നല്ലൊരു സുഖം കിട്ടും.